മഴക്കാലവും കാക്കകളും. ഒരു അഴകാർന്ന കാട്ടില് ഒരു നദിയുടെ അടുത്ത് ഒരു പുഴഞ്ഞാറായ മരവീടുണ്ടായിരുന്നു. ആ വീടിനകത്ത് മീൻകുരുവി തന്റെ മുട്ടയുമായി വളരെ സന്തോഷത്തോടെ ജീവിക്കെ. എന്റെ മുട്ടയെ കാണാൻ എന്ത് രസമാ! ഞാൻ ഓരോ ദിവസം എണ്ണിയിരിക്ക, എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞ് പുറത്തു വരും. അതേ സമയത്ത് ആ നദിക്കരയുടെ അടുത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിന് മുകളിലെ റാണി എന്ന് പേരുള്ള ഒരു കാക്ക കൂട് കെട്ടി ജീവിച്ചിരുന്നു. റാണിക്കാക്കയുടെ വീട്ടിലും ഒരു മുട്ടയുണ്ടായിരുന്നു. മീനുക്കുരുവും റാണിക്കാക്കയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ദിവസവും രണ്ട് പറവകളും ഒന്നിച്ച് പലയിടങ്ങളിലേക്കും ഭക്ഷണം തേടി പറന്നു പോകുമായിരുന്നു. ഒരു ദിവസം മീനുക്കുരുവി തന്റെ കൂട്ടുകാരി ചങ്ങാതിയോട് ഇങ്ങനെ പറഞ്ഞു, റാണി, നിനക്കൊരു കാര്യം അറിയാമോ? ഇനിയും 2 ദിവസം കഴിഞ്ഞാല് നമ്മുടെ കാട്ടില് മഴക്കാലം തുടങ്ങും. ഞാന് വീടെടുക്കാൻ വേണ്ടി വിറകെടുക്കാൻ നോക്കുക, നീ വരുന്നോ? റാണി, നീ എന്തായി പറയുന്നത്? 2 ദിവസം കൊണ്ട് മഴക്കാലം തുടങ്ങുന്നോ? മീനു, നിനക്ക് പൊളിഞ്ഞ മരവീടുണ്ട്, എന്നാൽ എന്നെ നോക്ക്, എനിക്കൊന്നുമില്ല. റാണി, നീ പേടിക്കണ്ട, വാ, നമുക്ക് 2 പേർക്കും ചേർന്ന് മരക്കെട്ട് എടുക്കാൻ പോവാം. നിന്റെ വീട് നീ വേഗം കെട്ട്, ഞാനും എനിക്കായി ഒരു മരവീട് കെട്ടാൻ പോവാം. അയ്യോ എടി മീനു, എനിക്ക് മരവീട് കെട്ടാൻ പോലും അറിയില്ല. മീനു, നീ ഇന്ന് എനിക്കൊരു വീട് കെട്ടിത്ത, നാളെ നിനക്ക് വീട് കെട്ടുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം. അതും പറഞ്ഞ് ആ 2 കൂട്ടുകാരും കാട്ടിൽ പലയിടങ്ങളിലേക്ക് പറന്നു പോയി മരക്കട്ടകൾ ചേർക്കാൻ ആരംഭിച്ചു. പിന്നെ അവർ 2 പേരും കൂടി മീനുക്കുരുവി വളരെ കഷ്ടപ്പെട്ട് റാണിക്കാക്കയ്ക്ക് വേണ്ടി ഒരു മരവീട് കെട്ടി. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും റാണിക്കാക്കയ്ക്ക് വേണ്ടി മീനുക്കുരുവി ഒരു അഴകാർന്ന വീട് കെട്ടിപ്പണിതു. മീനു, ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് മീനു, നിനക്ക് ഒരുപാട് നന്ദി. നാളെ നമുക്ക് 2 പേരും ഒന്നിച്ചിട്ട് നിന്റെ വീട് കെട്ടാൻ നമ്മൾ സഹായിക്കാട്ടാ. ശരി, നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഞാൻ വരാം. അതും പറഞ്ഞ് മീനുക്കുരുവി തന്റെ വീട്ടിലേക്ക് പറന്നു പോയി. റാണിക്കാക്ക ആ പുതിയ വീട്ടിൽ തന്റെ മുട്ടയുമായി വളരെ സന്തോഷത്തോടെ ഇരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. വളരെ വേഗം മീനുക്കുരുവി റാണിക്കാക്കയുടെ വീട്ടിലേക്ക് വന്നു. റാണി, ഞാൻ മീനാ, നിന്റെ വീടിന്റെ കതക് തുറക്ക്. ഈ കുരുവി ഇവിടെ വന്നു, ഈ ബോധിന് ഞാനൊരു സഹായം ചെയ്യില്ല. അതും പറഞ്ഞ് ആ റാണിക്കാക്ക ഒന്നും മിണ്ടാതെ തന്റെ വീടിനകത്ത് തന്നെ മിണ്ടാതിരുന്നു. കുറേ സമയം കാത്തിട്ട് വീട്ടിന്റെ കതക് തുറക്കാത്തത് കൊണ്ട് മീനുക്കുരുവി അവിടെ നിന്ന് പറന്നു പോയി. പിന്നീട് മീനുക്കുരുവി തനിയെ പലയിടങ്ങളിലും പോയി അലഞ്ഞ് മരക്കട്ടകൾ ചേർത്ത് കൊണ്ടുവന്നു. എന്നാൽ മീനുക്കുരുവി തന്റെ വീട് കെട്ടി മുഴുവിക്കുന്നതിന് മുമ്പേ കാട്ടിൽ മഴക്കാലം തുടങ്ങി. കുറച്ചു സമയം കൊണ്ട് വളരെ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഇതുവരെക്കും ഞാൻ ഇങ്ങനൊരു മഴയെ കണ്ടിട്ട് പോലുമില്ല. എന്തൊരു ശക്തമായ മിന്നലും മഴയും ഒക്കെയുണ്ട്. ഈ മഴയിൽ എന്റെ വീട് ഒടഞ്ഞു പോകും. അങ്ങനെ മീനുക്കുരുവി പറയുന്ന സമയത്ത് അകത്തേക്ക് കുറച്ചായി വെള്ളം കയറി വരാൻ തുടങ്ങി. അത് കണ്ട് മീനുക്കുരുവി വളരെ പേടിച്ചു. അങ്ങനെ തന്റെ മുട്ടയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നും മുട്ടയെടുത്ത് പറന്നുപോയി. അങ്ങനെ മീനുക്കുരുവി ഒരു മരത്തിന്റെ മുകളിൽ തന്റെ മുട്ടയെ വെച്ച് ഇരുന്നു. അയ്യോ, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യണം. സുരക്ഷിതമായിട്ടും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ മുട്ടയെ മഴ നനഞ്ഞ് എന്റെ കുട്ടിക്ക് അതൊരു ആപത്തായിരിക്കും. അതും പറഞ്ഞ് മീനുക്കുരുവി തന്റെ മുട്ടയും എടുത്ത് സുരക്ഷിതമായ ഇടം തേടി പറന്നുപോയി. എന്നാൽ എവിടെയും സുരക്ഷിതമായ ഒരിടം അവന് കിട്ടിയില്ല. എവിടെ തേടിയും എന്റെ മുട്ട നനയാൻ വേണ്ടി ഒരിടവും എനിക്ക് കിട്ടിയില്ല. വേറെ വഴിയേയില്ല. വേഗം റാണിക്കാക്കയോട് പോയി സഹായം ചോദിക്കണം, അവൾ ഉറപ്പായും എന്നെ സഹായിക്കും. അതും പറഞ്ഞ് മീനുക്കുരുവി വീണ്ടും തന്റെ മുട്ടയും എടുത്ത് റാണിക്കാക്കയുടെ വീട് നോക്കി പറന്നുപോയി. റാണി, ദയവ് ചെയ്ത് നിന്റെ വീടിന്റെ കതക് തുറക്ക്. മീനു, എന്താ ഇത്? ഈ മഴയിൽ നീന്താ ഇവിടെ? റാണി, എന്റെ വീടിനകത്ത് മുഴുവൻ മഴവെള്ളം കയറി എന്റെ മുട്ട മഴ നനഞ്ഞു. അയ്യോ, ഈ മഴ കഴിയും വരെ ഞാൻ നിന്റെ വീട്ടിൽ നിൽക്കട്ടെ. മീനു, നീ കണ്ടതല്ലേ
എന്തൊരു ശക്തമായ മഴയാണിത്. ഈ മഴയ്ക്ക് എന്റെ വീട് പൊളിഞ്ഞു വീഴും. ഞാന് എന്റെ വീട് ഇപ്പൊ വീഴുമോ എന്ന് പേടിച്ചിരിക്ക. പൊയ്ക്കോ, നീ ഇവിടെ വേറെ എവിടെയെങ്കിലും പോ. അതും പറഞ്ഞ് റാണിക്കാക്ക തന്റെ വീടിനകത്ത് കയറി കഥ കടച്ചു. മീനുക്കുരുവി റാണിക്കാക്ക ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു. അവിടെ നിന്നും അവളുടെ പറന്ന് വേറൊരു കിളിയുടെ വീട്ടിൽ പോയി സഹായം ചോദിച്ചു. കിളിച്ചേച്ചി, എന്റെ മുട്ട മഴ നിൽക്കും വരെയും സംരക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ നിന്റെ വീട്ടിനകത്ത് എന്റെ മുട്ട മാത്രം വെച്ചോട്ടെ? ഏയ് കുരുവി, അതൊന്നും പറ്റില്ല. എന്റെ വീട്ടിൽ കുറച്ചു പോലും സ്ഥലമില്ല. പോപ്പോ, ഇവിടെ ഒന്നും സ്ഥലമില്ല. അതുമാതിരി മീനുക്കുരുവി ആ കാട്ടിലെ പല പറവകളോടും സഹായം ചോദിച്ചു. എന്നാൽ ആരും മീനുക്കുരുവിയുടെ മുട്ടയെയും മീനുക്കുരുവിയെയും ആരുടെ വീട്ടിൽ കയറ്റ ഇല്ല. വേറെ വഴിയില്ലാതെ മീനുക്കുരുവി ഒരു ഓടുവീടിന്റെ മുമ്പിൽ ഇരുന്ന് തന്റെ മുട്ടയും വെച്ച് കരയുന്നുമായിരുന്നു. ആ സമയത്ത് കുരുവിയുടെ ശബ്ദം കേട്ട് ആ വീട്ടിലിരുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി തന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്റെ ഈ മുട്ടയെ കാത്തുരക്ഷിക്കാൻ, പക്ഷെ ആരും എന്നെയും എന്റെ മുട്ടയെയും ആരുടെ വീട്ടിലും കയറ്റുന്നില്ല. എന്റെ മുട്ട ഇനിയും കുറച്ചു സമയം മഴ നനഞ്ഞാൽ ഉള്ളിലുള്ള എന്റെ കുഞ്ഞു മരിച്ചു പോവും. അത് കരുതിയാ ഞാൻ കരയുന്നേ. എന്റെ വീടിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ നിനക്ക് സ്ഥലം ശരിയാക്കി തരാം. അതും പറഞ്ഞ് ആ കുഞ്ഞു വീടിനകത്ത് കയറിപ്പോയി തന്റെ മുത്തശ്ശിയോട് ഇത് പറഞ്ഞു. മുത്തശ്ശി, പുറത്തൊരു കുഞ്ഞുകുരുവി തന്റെ മുട്ടയുമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കുഞ്ഞുകുരുവിയെ വീട്ടിനകത്ത് കയറ്റാം. കുഞ്ഞുമോളെ, നീ പക്ഷികളോട് ഇങ്ങനെ അനുകമ്പ കാണിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ പുറത്ത് ഒരു കുഞ്ഞു കുരുവി കൂടുണ്ട്. ആ കൂടെടുത്ത് ആ പക്ഷിക്ക് നമുക്കിടെ വീടിനകത്ത് ഇടം കൊടുക്ക്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുഞ്ഞുകുട്ടി വളരെയധികം സന്തോഷിച്ചു. മീനുകുരുവിയും ആ കുരുവിക്കുട്ടിനകത്ത് തന്റെ മുട്ടയും വെച്ച് വളരെ സുരക്ഷിതമായിരുന്നു. നിങ്ങൾക്ക് വളരെ നന്ദി. നീ ഇല്ലെങ്കിൽ ഞാനും എന്റെ മുട്ടയും ഈ സമയം എന്ത് ചെയ്യുമായിരുന്നു? കുഞ്ഞിക്കുരുവി, നന്ദിയൊക്കെ എന്തിനാ പറയുന്നേ? നീ ഈ മഴക്കാലം കഴിയും വരെയും ഇവിടെ തന്നെ താമസിച്ചോളൂട്ടാ. മഴ കഴിഞ്ഞ ശേഷം എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു മരമുണ്ട്. അതിനകത്ത് നീ കൂട് കെട്ടിക്കോ. നീ മുട്ടയുമൊത്ത് വളരെ സന്തോഷത്തോടെ ആ കൂട്ടിനകത്ത് തന്നെ കഴിഞ്ഞു. ദിവസവും നിനക്ക് കഴിക്കാൻ ധാന്യങ്ങൾ ഞാൻ കൊണ്ടുതരാം. അങ്ങനെ ആ കുഞ്ഞു പെണ്ണ് പറഞ്ഞത് കേട്ടപ്പോൾ മീനുക്കുരുവി വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ പിറ്റേ ദിവസം പുലർന്നു. മീനുക്കുരുവി ആ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതനുസരിച്ച് അവരുടെ വീടിന്റെ മുറ്റത്തിലിരുന്ന ഒരു മരത്തില് ഒരഴകാർന്ന കൂട് കെട്ടി അതിന്റെ തളിന്റെ മുട്ടയും വെച്ച് വളരെ സന്തോഷമായി ഇരിക്കുകയായിരുന്നു. അതേസമയം ഭക്ഷണം തേടി ഗ്രാമത്തിന്റെ അടുത്ത് വന്ന റാണിക്കാക്ക മീനുക്കുരുവി കൂട്ടിനകത്ത് വളരെ സന്തോഷമായിരിക്കുന്നത് കണ്ടു. ആഹാ, ഈ മീനുക്കുരുവിക്ക് വളരെ സുഖജീവിതമാണല്ലോ. സമയം ഭക്ഷണം, വളരെ അഴകാർന്ന ഒരു കൂടും. ഈ കുരുവിയോട് എന്തെങ്കിലും പറഞ്ഞ് ആ കൂട്ടിൽ നിന്ന് വിരട്ടി ഞാൻ ആ കൂട്ടിനകത്ത് പോയിരിക്കാം. അതും പറഞ്ഞ് റാണിക്കാക്ക മീനുക്കുരുവിയുടെ അടുത്തേക്ക് പറന്നു പോയി. ഏയ് മീനു, നീ എന്തായത് മനുഷ്യൻ ജീവിക്കുന്ന അടുത്ത് ജീവിക്കുന്നത്? ഇവിടെ നിന്ന് പോയിക്കോ. മനുഷ്യനൊക്കെ നീ കാപ്പറ്റ, അവൻ നിന്റെ മുട്ട എടുത്ത് കഴിക്കും. റാണി, മനുഷ്യനെ കൊണ്ട് എനിക്ക് ആപത്തില്ല, നിന്നെ കൊണ്ടൊക്കെയാണ് എനിക്ക് ആപത്ത്. ഇനി മുതൽ നീ എന്റെ കൂട്ടുകാരിയല്ല. അതും മീൻ പറഞ്ഞപ്പോൾ ഭയന്നു പോയ റാണിക്കാക്ക അവിടെ നിന്നും പറന്നുപോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ മീനുക്കുരുവിയുടെ മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞു കുരുവി പുറത്തു വന്നു. ദിവസവും ആ കുഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് മീനുക്കുരുവി ആ കൂട്ടിനകത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു.